സുഹൃത്തുക്കളെ, അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അടുത്ത 25-30 വർഷത്തിനുള്ളിൽ എന്ത് നടക്കുമെന്നുള്ള സീരിയലിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ് ഇപ്പം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതാണ്ട് 1955-50 ശേഷം 56 ആകുമ്പോഴേക്കും ലോകത്തിലെ വലിയ സാമ്പത്തിക സൈനിക ശക്തി എന്നുള്ള സ്ഥാനം അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നതാണ്. അമേരിക്കയിൽ നിന്ന് ആ സ്ഥാനം ചൈന നേടിയെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാനിയേൽ പ്രവചനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ വെച്ച് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ലോകത്തിൻ്റെ നേർസ്ഥാനം അപ്പോഴും അമേരിക്കയുടെ കയ്യിൽ തന്നെയായിരിക്കും. ചൈന തൈവാൻ ദ്വീപുകളെല്ലാം പിടിച്ചടക്കും. അതുപോലെ തന്നെ ജപ്പാൻ്റെ ഭാഗത്തുള്ള കുറേ ദ്വീപുകളൊക്കെ പിടിച്ചടക്കി തങ്ങളുടെ ശക്തിയിലേക്കും ആയുധം ഉപയോഗിച്ച് ചൈനയെ നേരിടാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും തന്നെ ബോധ്യമാകുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. ആ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള 1956 കാലഘട്ടത്തിലാണ് വലിയ യുദ്ധം നടക്കുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ ഒരു സഖ്യം രൂപീകൃതമായി വന്നിരിക്കും. നമുക്ക് വേണമെങ്കിൽ അതിനെ ഗോഗുമാഗോഗ് സഖ്യമെന്ന് വിളിക്കാം. കാരണം ബൈബിളിൽ പറയുന്ന ഗോഗുമാഗോഗ് യുദ്ധമായിട്ട് അതിന് നല്ല സാമ്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതിൽ തുർക്കിയും പാകിസ്ഥാനും അതുപോലെ തന്നെ നോർത്ത് കൊറിയയും അതുപോലുള്ള രാജ്യങ്ങൾ, കുറേ ചൈനയുടെ പ്രോക്സിയായിട്ടുള്ള കുറേ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ ഈ സഖ്യത്തിൻ്റെ രഹസ്യമായിട്ട് പരസ്യമായിട്ട് ഭാഗമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാം വളരെ ശക്തമായി, തുർക്കി വളരെ ശക്തിയായിട്ട് വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അപ്പം അവരുടെ നേതാവായിട്ട്, അനിഷേധ്യ നേതാവായിട്ട് ചൈനയെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. അതിനുശേഷം അവർ ആവശ്യപ്പെടും, ഞങ്ങളുടെ ഭൂമികളെല്ലാം ഇങ്ങനെ ഇസ്രായേൽ പിടിച്ചടക്കിയിരിക്കുകയാണ്, ഈ ഭൂമികളൊക്കെ തിരിച്ചു പിടിക്കണമെന്നുള്ള രീതിയിൽ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കുകയാണ്, ഇസ്രായേലുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും. ആ പ്രശ്നങ്ങളിലൊക്കെ ആദ്യം ചൈന ഇടപെടാതെ മാറി നിൽക്കുമെങ്കിലും പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ രാജ്യങ്ങളിലേക്ക് പിന്നെ ചൈന കടന്നു വരേണ്ടതായിട്ട് വരും. അങ്ങനെ കടന്നു വന്ന് ചൈന യുദ്ധത്തിൽ വളരെ തോതിൽ ഇടപെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് സത്യം. ചൈന പക്ഷേ അമേരിക്ക മറ്റു രാജ്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യങ്ങളുള്ളതുകൊണ്ട് പരസ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ. മറ്റ് ലോകരാജ്യങ്ങൾ ആരും തന്നെ ഈ യുദ്ധത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പരസ്യമായിട്ട് ഇസ്രായേലിനെ ചൈനയ്ക്കെതിരായിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാകാത്ത ഒരു കാലഘട്ടമായിരിക്കും ആ കാലഘട്ടം. അങ്ങനെ ആ കാലഘട്ടത്തിൽ അതിദയനീയമായിട്ട് തന്നെ പിന്നെ ഇസ്രായേൽ പരാജയപ്പെടും. ഇസ്രായേലിൻ്റെ പല പ്രദേശങ്ങളും ഏതാണ്ട് മുക്കാലോളം സ്ഥലങ്ങൾ വിശാല ഇസ്രായേലിൻ്റെ പിടിച്ചടക്കി അറബികൾക്ക് അല്ലെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ 56 യുദ്ധത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് അടുത്ത സീരിയൽ അതിൻ്റെ 2ാം പകുതിയെക്കുറിച്ച് പറയുന്നതാണ്.